₹10,000 ഒരു ക്രെഡിറ്റ് ലിമിറ്റാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് തന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എല്ലാ പ്രൊസീജിയറും കഴിച്ച് ഈ എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. നമുക്ക് ലോൺ എമൗണ്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്, റീപേയ്മെൻറ്റ് ഡേറ്റ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ലോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ പൈസ നമുക്ക് എത്തിക്കാനും പറ്റും. നിങ്ങളിവിടെ കണ്ടത് നമുക്ക് കിട്ടിയ അപ്രൂവലാണ്. 2 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആധാർ കാർഡ്, പാൻ കാർഡ് വെച്ച് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷന്റെ പേര് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിനൊക്കെ മുന്നേ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡോ പാൻ കാർഡോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 700+ ആണ് പറയണേ. ഓവർ ഡ്യൂ അതേപോലെ സെറ്റിൽമെന്റ് ഒന്നും ഇല്ലാത്ത സിബിൽ സ്കോർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആപ്ലിക്കേഷന്റെ വീഡിയോ ചെയ്യുന്നതിനൊക്കെ മുന്നേ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് ഓഫ് EMI കാർഡുകൾ, പേ ലേറ്റേഴ്സ് ഒക്കെ കൺവേർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര് ഞാൻ പറഞ്ഞ പേമീന്നാണ്. അപ്പൊ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ നോക്കാം. വിത്തൗട്ട് ഇൻകം പ്രൂഫ് അപ്രൂവ് ആവാൻ സാധ്യതയുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള NBFCകൾ ത്രൂ മാത്രം ഫണ്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒരേപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ട്രസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഒരേപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. 2 വർഷം മുന്നേ നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ചെറിയ ലോൺ എമൗണ്ടുകൾ നോക്കുന്നവരുണ്ടെങ്കിൽ ഒരു 2,000 തൊട്ട് 10,000 വരെയൊക്കെ നോക്കുന്നവർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം വലിയ വെരിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി കൂടുതൽ ഈ ആപ്ലിക്കേഷൻ ത്രൂ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഉണ്ട്, കണ്ടു നോക്കാം. ആപ്ലിക്കേഷൻ തുറന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് 2 ലക്ഷം രൂപ വരെയുള്ള ഒരു ലോൺ ഓഫർ ഇവിടെ വന്നെടുക്കുന്നത് കാണാൻ പറ്റും. അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. താഴെ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ സെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നമ്മുടെ പിൻകോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിലാണ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ജെൻഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിബിലിൽ അവർ വെരിഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ആ വെരിഫിക്കേഷൻ അവരോട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ താഴെ അതിനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് 10,000 രൂപയുടെ ക്രെഡിറ്റ് ലൈൻ അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് 10,000 വെച്ച് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനും ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് 10,000 രൂപ നമുക്ക് ഓക്കെ ആണ്, നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ 10,000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെയുള്ള ലോൺ ഓഫറുകൾക്കായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ വെരിഫൈ ചെയ്യേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഫസ്റ്റ് എടുക്കുന്നതിന് നമുക്ക് ഇൻസ്റ്റന്റ് ആണ് കേട്ടോ, വലിയ പ്രൊസീജിയർ ഒന്നുമില്ല. ഒരു 1, 2, 3 മിനിറ്റിൽ ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ പൈസ കയറും. അതാണ് പ്രത്യേകത. അപ്പോൾ ഞാൻ ഈ 10,000 രൂപ എഗ്രി ആണ്. 10,000 രൂപയുടെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഈ 10,000 ആണ് കാണിക്കുന്നത്, മറ്റു കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ലിമിറ്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോൺ എമൗണ്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ റീപേയ്മെന്റ് എമൗണ്ട് വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേകതയാണ്. റീപേയ്മെന്റ് നമ്മൾ പറയുന്നതാണ് എമൗണ്ട്. സാധാരണ ആപ്പ് പറയും ഇത്ര ഡേറ്റിൽ അടക്കണമെന്ന്. പക്ഷെ ഇതിൽ നമ്മൾ പറയണതാണ് റീപേയ്മെന്റ്. അപ്പൊ നമ്മൾ ആ ഡേറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് കാൽക്കുലേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് പർപ്പസിനാണ് ഇത് എടുക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്, അത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റീപേയ്മെന്റ് എമൗണ്ട് 1,018 രൂപയാണ് ടോട്ടലി വരിക. പ്രോസസിംഗ് ഫീ 100 രൂപ. എല്ലാം കഴിച്ച് 852 രൂപ കിട്ടും. 1,018 നമ്മൾ ഈ ഡേറ്റിൽ അടക്കേണ്ടി വരും. നമുക്ക് എന്ത് പർപ്പസിനാണെന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മെഡിക്കൽ എമർജൻസി കൊടുക്കരുത്. പ്രൊജക്ട് ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ഹോം റിനോവേഷനോ പേഴ്സണൽ എക്സ്പെൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഡൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത് കൊടുക്കുന്നത് നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫുൾ ആയിട്ട് റിജക്ട് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കൊടുക്കുന്ന കാര്യം എപ്പോഴും വർത്തായിട്ടുള്ള കാര്യം തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം തന്നെ കൊടുക്കുക. മെഡിക്കൽ എമർജൻസി ഒന്നും കൊടുക്കരുത് കേട്ടോ. അതിനുശേഷം നമ്മുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് 1-2 ഡീറ്റെയിൽസ് ഇവിടെ ചോദിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ഡൺ ചെയ്യുക, കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് കൊടുത്ത് കൊടുക്കാനുണ്ട്. അതൊക്കെ എൻ്റർ ചെയ്ത് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആധാർ വെരിഫിക്കേഷൻ കൂടി ഉണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽഫി നിങ്ങൾ എടുക്കാനുണ്ട്. ആ സെൽഫിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ആ പൈസ വരാനായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ആ ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യുക. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ
ഓട്ടോ ഡെബിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഓട്ടോ ഡെബിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറും. അത്രയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് വെറുതെ അക്കൗണ്ടിലോട്ട് പൈസ ഒന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാത്തത്. നമുക്കിവിടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. നമ്മൾ പ്ലേ സ്റ്റോർ ലിങ്ക് ആണ് വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ചെറിയ എമൗണ്ടുകളൊക്കെ നോക്കുന്നവർക്കും വലിയ എമൗണ്ടുകൾ നോക്കുന്നവർക്കും ഒരേപോലെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത്രയും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.